തലസ്ഥാനത്ത് LDF സ്ഥാനാർത്ഥിയുടെ ഗുരുതര തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. തൃക്കണ്ണാപുരത്തെ LDF സ്ഥാനാർത്ഥി അജിൻ തിരുമലയാണ് ചട്ടലംഘനം നടത്തിയത്. വോട്ടെടുപ്പ് ദിവസം ഓൺലൈൻ മാധ്യമത്തിന്റെ വീഡിയോ എക്സിറ്റ് പോളുകൾ എന്ന പേരിൽ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, വളരെ ഗുരുതരമായ ഒരു ചട്ടലംഘനമാണ് LDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നിലിമ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 126A വകുപ്പ് പ്രകാരം എക്സിറ്റ് പോളുകൾ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തുവിടാവൂ എന്നുള്ളൊരു ചട്ടം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതവിടെ നിൽക്കട്ടെ. ഇത് ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞതിന് ശേഷം മാത്രം അന്നേ ദിവസം വോട്ടെടുപ്പ് കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമേ ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഇത്തരം അനാലിസിസുകളോ വിടാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അപ്പോഴും എക്സിറ്റ് പോളുകൾക്ക് ചില ചട്ടവും രീതിയും ഒക്കെയുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തോൽക്കും എന്ന രീതിയിലല്ല പ്രചാരണം എക്സിറ്റ് പോളുകൾ വഴി നടത്തുക. വിജയസാധ്യതകളാണ് പരിശോധിക്കുന്നത്. പക്ഷേ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ തൃക്കണ്ണാപുരത്തെ മറ്റൊരു സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന രീതിയിൽ വന്നൊരു വീഡിയോ, അത് എക്സിറ്റ് പോളാണെന്ന രീതിയിൽ ആ രീതിയിലാണ് ഇപ്പോൾ തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അജിൻ തിരുമല, LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അജിൻ തിരുമല ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്നത്. ഈ വീഡിയോ ഷെയർ ചെയ്തത് ഇപ്പോൾ അല്ലെങ്കിൽ തൃക്കണ്ണാപുരം എന്ന് പറയുന്ന മേഖലയിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള പല വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ ആളുകളുടെ മനസ്സിലൊരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രാദേശിക തലങ്ങളിൽ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും ഒക്കെ ഈ രീതിയിലുള്ള ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എക്സിറ്റ് പോൾ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം 2 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തുവിടുന്നത് അത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തുവിട്ടത് ആ വോട്ടെടുപ്പിനെ സ്വാധീനിക്കാനും അതുവഴി ഫലത്തിൽ മാറ്റം വരുത്തുവാനും ശേഷിയുള്ളതാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമമായി നടന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു ക്രിമിനൽ കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതും ഒരു സ്ഥാനാർത്ഥിയാണ് ഇത് ചെയ്തത് എന്നതുകൂടി ഇരിക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ചട്ടങ്ങളെയും നിയമങ്ങളെയും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളെയും വിലമതിക്കാത്ത ഒരു സമീപനം കൂടിയാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. നേരത്തെയും ഇയാളെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ പലതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച വാർത്തകളുമൊക്കെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. അപ്പോഴാണ് ഒരു തിരഞ്ഞെടുപ്പ് ദിവസം ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞ് വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നത്. നീലിമ.